ഹായ് ഹലോ. ഇന്നൊരു യാത്രയാണ്. കുറച്ച് സമാധാനം കണ്ടെത്താനുള്ള യാത്ര. പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ യാത്ര. എല്ലാവരും ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ, അതായത് KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിനെ കുറിച്ച് എപ്പോഴും വാചാലരാകാറുണ്ട്. എന്താണ് പ്രൈവറ്റ് ബസ്സിൻ്റെ സൈഡ് സീറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ ഭയങ്കര ജിഞ്ചിലാക്കിടിയായിട്ട് പാട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. ഞാൻ ഒരു പള്ളിയിലോട്ടാണ് വന്നത്. കടുവാപ്പള്ളിയിലാണ്. ട്രിവാൻഡ്രത്തുള്ള അവർക്കൊക്കെ അറിയായിരിക്കാം, പുറത്തോട്ടും അറിയായിരിക്കാം. കുറച്ചൊന്ന് ഫേമസ് ആയിട്ടുള്ളൊരു പള്ളി തന്നെയാണ്. ഞാനിവിടെ വരാറുണ്ട്. പിന്നെ എൻ്റെ വാപ്പച്ചി എനിക്ക് ഒരു 100 രൂപയ്ക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുത്ത് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, അവിടെ ഇടണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനവിടെ റെസിപ്റ്റൊക്കെ എഴുതി വാങ്ങിച്ചു. കുറേ നേരം അവിടെ ഇരുന്നു. ഒരു യാസീനൊക്കെ ഓതി കുറേ നേരം അവിടെ ഇരുന്നു. എപ്പോഴും എനിക്കിങ്ങനെ ജാതിമത വ്യത്യാസമൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിരിക്കാറുണ്ട്. അവിടെ പ്രത്യേകിച്ച് ആരാധന നടക്കുമ്പോഴൊന്നുമല്ല, അല്ലാത്ത ടൈമിലെല്ലാം അവിടെ ഓപ്പൺ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയിരിക്കാറുണ്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇവിടെ പെണ്ണുങ്ങൾക്ക് വേറെ ഒരു ഏരിയ ഉണ്ട്, ആണുങ്ങൾക്ക് ഒരു ഏരിയ ഉണ്ട്. ഇത് പെണ്ണുങ്ങൾക്ക് ഒളു എടുക്കുന്ന ഏരിയയാണ്. ഈ നേരെ കാണുന്നത് നിസ്കരിക്കുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ എന്താണ് നമ്മുടെ തങ്ങളുടെ ഖബർ ആണ്. അവിടെ നിന്നുള്ള ജനലിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണത്. എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ വിഷമങ്ങളും ഒക്കെ തുറന്നു പറയുന്ന ഒരാൾ. കുറച്ച് നേരം അവിടെ ഇരുന്നു, സമാധാനത്തോടെ ഇരുന്നിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ തിരിച്ച്. നല്ല ഭംഗിയുള്ള പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ, ഗാർഡനിങ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവർ. ഇതാണ് പള്ളി. മനോഹരമായൊരു പള്ളിയാണ്. പിന്നെ എപ്പോഴും കാറ്റാണ് അവിടെ. എപ്പോഴും അവിടെ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു, ബസ് കാത്തിരിക്കുകയാണ്.